ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. നവകേരള യാത്രയ്ക്കിടെ പിണറായി വിജയന്റെ അംഗരക്ഷകർ തെരുവ് ഗുണ്ടകളെ പോലെ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കേരളം മറന്നു കാണില്ല. കോടതി പലതവണ ഇടപെട്ടിട്ടും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചവരെ വളഞ്ഞിട്ട് തല്ലിയവർക്കെതിരെ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടുമില്ല. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മർദ്ദനമേറ്റവർ പുതിയ സർക്കാരിനെ സമീപിക്കും. തീർച്ചയായും പകരം ചോദിക്കാനുള്ള സമയമാണ്. അത് എന്തായാലും ഉപയോഗിക്കാൻ തന്നെ വേണം. അതിക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്. ഇതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഇതിന് നീതി കിട്ടിയേ പറ്റും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനുമാണ് മർദ്ദനമേറ്റത്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. നവകേരള ബസിന് നേരെ കരിങ്കൊടി കാട്ടിയവരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ നിയന്ത്രിച്ച ശേഷമാണ് പതിറ്റാണ്ടുകളായി പിണറായി വിജയന്റെ ഗൺമാനായ അനിൽകുമാറും സംഘവും അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വളഞ്ഞിട്ടടിച്ചത്. ഒരു കരിങ്കൊടി കാട്ടിയതിനാണ് ഗൺമാൻ അടക്കം. ഈ ഗൺമാനൊക്കെ എന്തധികാരത്തിലാണ് അടിക്കാൻ നിൽക്കുന്നത്? പരാതി രേഖാമൂലം നൽകിയിട്ടും പോലീസ് FIR രജിസ്റ്റർ ചെയ്തില്ല. മർദ്ദനമേറ്റവർക്ക് കോടതിയിൽ പോകേണ്ടി വന്നു കേസെടുപ്പിക്കാൻ. പോലീസുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആഭ്യന്തരമന്ത്രി കണ്ണുരുട്ടിയാൽ എന്തു ചെയ്യും? ഗൺമാൻ അനിൽകുമാറാണ് ഒന്നാം പ്രതി. സുരക്ഷാ സേനയിലുണ്ടായിരുന്ന സന്ദീപും കണ്ടാൽ അറിയാവുന്ന ഉദ്യോഗസ്ഥരുമാണ് മറ്റു പ്രതികൾ. അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. പക്ഷേ പ്രതികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള ധൈര്യം പോലും DYSPക്ക് ഉണ്ടായില്ല. എല്ലാവർക്കും പണി വരാൻ പോകുന്നേ ഉള്ളൂ. പകരം മുഖ്യമന്ത്രിക്ക് വഴിയും സംരക്ഷണവും ഒരുക്കുക എന്ന കൃത്യനിർവഹണം മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കണമെന്നും കോടതിക്ക് റഫറൽ റിപ്പോർട്ട് നൽകി. നല്ല റിപ്പോർട്ട്. ഇത് കോടതി എങ്ങനെ വിശ്വസിക്കും? തെളിവുകൾ അടക്കമാണ് വീഡിയോ ഉള്ളത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നതുൾപ്പെടെയുള്ള പോലീസിന്റെ ദുർബലമായ വാദങ്ങളെല്ലാം തള്ളിയ കോടതി സത്യസന്ധമായ അന്വേഷണം നടത്താൻ വീണ്ടും ഉത്തരവിട്ടു. ആ ഉത്തരവിന് പുല്ല് വില കാണിച്ചുകൊണ്ട് ഒരു പരിപാടിയും നടന്നില്ല എന്ന് മാത്രം. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉത്തരവ് വന്നിട്ട് 2 വർഷത്തോളമാകുന്നു. പക്ഷേ അന്വേഷണം 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ക്രൂരമായി മർദ്ദനമേറ്റ AD തോമസ് ഇപ്പോൾ ആലപ്പുഴ MLA ആണ്. മർദ്ദിച്ചവരെ ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. എല്ലാവരും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായ നടപടികൾ ഉണ്ടാവണം. അതൊരു രാഷ്ട്രീയപരമായിട്ട് നേരിടാനല്ല ഉദ്ദേശിക്കുന്നത്. അതിന് നിയമപരമായി തന്നെ നേരിടുക. അതൊരു വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ പരാതി നൽകും. എന്തായാലും ഇതിനെതിരെ അതിശക്തമായൊരു നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി സതീശനാണ്. നൽകിയതിനു ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. കരിങ്കുടി കാണിച്ചാൽ പട്ടിയെ തല്ലുന്ന പോലെയാണോ തല്ലുക? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. അതാണ് നിലപാട്. മറക്കാൻ പാടില്ല. അതിശക്തമായ നടപടി തന്നെ. എല്ലാവർക്കും ശിക്ഷ കിട്ടിയേ മതിയാവും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രയ്ക്കിടയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കുടി കാണിച്ചതിൻ്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് അത് ഞങ്ങൾ മറക്കില്ല. മറക്കാൻ പറ്റില്ലല്ലോ. അതായത് കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. എങ്കിലേ പഠിക്കുള്ളൂ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കേസ് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ പ്രതികൾക്ക് 5 വർഷത്തിലധികം തടവ് ശിക്ഷ വരെ ലഭിക്കും. അതുകൊണ്ട് തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ ആദ്യം മുതൽ നടക്കുന്നുണ്ട്. ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. അതുകൊണ്ട് ഒത്തുതീർപ്പാകുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റത്തില്ല.